മലേൻ്റെ അങ്ങോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഇവിടെ കണ്ടൊരു കാഴ്ചയാണ്. ഈ ഭാഗത്തൊക്കെ കുറേ സ്ലാബുകളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇവിടെ ഒരു സർവീസ് റോഡ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഹൈവേ ഇതാണ്. അവിടെയാണ് ആ കുന്ന് വരുന്നത്. കുന്നിന്റെ ഭാഗത്തൊക്കെ ഇനിയും വർക്കുകൾ, വലിയ രീതിയിൽ വർക്കുകൾ വരാനുണ്ട്. ഇതാണ് സർവീസ് റോഡ് വരാനുള്ള ഭാഗം. സർവീസ് റോഡ് വരാനുള്ള ഭാഗം വളരെ കുറച്ച ഭാഗമായി തോന്നുന്നുണ്ട്. അവിടെ നിന്നൊക്കെ ഇനിയും മണ്ണൊക്കെ എടുത്തു മാറ്റുന്ന തോന്നുന്നത്. NH66 പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൊയിലാണ്ടി ബൈപ്പാസിന്റെ തുടക്ക ഭാഗത്താണ്. ചെങ്ങോട്ടുകാവ് മുതൽ നമുക്ക് നന്ദി വരെയാണ് പോകുന്നത്. വിശദമായ കാഴ്ചകൾ കാണാം. അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. കുറേ നാളായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട് തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് വൈകിപ്പോയി. അപ്പൊ ഇനി വളരെ വിശദമായിട്ടുള്ള ഒരു കാഴ്ചകൾ നമുക്ക് നോക്കാം. ഇതാണ് ചെങ്ങോട്ടുകാവ് വന്നിട്ടുള്ള അണ്ടർപാസിന്റെ വർക്കുകളൊക്കെ നേരത്തെ കഴിഞ്ഞത് നിങ്ങൾക്ക് അറിയാം. ഇവിടെ കുറച്ച് ജോയിന്റിങ്ങിന്റെ വർക്കുകളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. ജോയിന്റിങ്ങിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫിനിഷിംഗ് വർക്കിന്റെ ഭാഗമായിട്ട് ഇതിൽ സിമെന്റുകളൊക്കെ തേച്ച് പിടിപ്പിച്ച് അങ്ങനെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു വർക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കാരണം നമുക്ക് ഈ പില്ലറിന്റെ ഭാഗങ്ങളിൽ, അതുപോലെ അവിടെ ആ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ സിമെന്റ് തേച്ച് പിടിപ്പിക്കുന്ന അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ താഴ്വശത്തൂടെ വാഹനങ്ങൾ പോകാൻ കുറച്ച് പ്രയാസപ്പെടുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കോഴിക്കോട് ഭാഗത്തേക്ക് ഇങ്ങനെയാണ്, ഈ വഴിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. നമ്മൾ പഴയ കൊയിലാണ്ടി ടൗണിൽ നിന്ന് കയറി വരുന്ന വാഹനങ്ങളൊക്കെ ഇതുവഴിയാണ് കടന്നു വരുന്നത്. കാരണം നമുക്ക് ഇങ്ങനെ താഴ്വശത്തൂടെ തന്നെയാണ് ബൈപ്പാസിലൂടെ വരുന്ന വാഹനങ്ങളുണ്ട്. കുറേ ഭാഗങ്ങൾ കഴിഞ്ഞതുകൊണ്ട് ബൈപ്പാസിലൂടെ കുറേ വാഹനങ്ങൾ വരുന്നുണ്ട്. ഇപ്പം ബൈപ്പാസിലൂടെ വന്ന് സർവീസ് റോഡിലൂടെ കയറിയാണ് പോകുന്നത്. കോഴിക്കോട് ടൗൺ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ അങ്ങനെ കൊയിലാണ്ടി ടൗൺ ഭാഗത്തേക്ക് പോകുന്ന വഴി അതാണ്. അപ്പോൾ നമുക്ക് ഇനി മുകളിലൊക്കെ പോയിട്ട് നോക്കാം എങ്ങനെയാണ് ബാക്കിയുള്ള കാഴ്ചകൾ, അവിടെയുള്ള വർക്കുകളൊക്കെ എത്രത്തോളം വർക്കുകൾ കഴിഞ്ഞു എന്ന്. പൂക്കോട് ഭാഗത്തേക്ക് പോകുന്ന ബസ്. അപ്പോൾ ഈ ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ ഭാഗം നമുക്ക് കാണാം, അങ്ങനെ അടച്ചു വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആ ഭാഗത്തൂടെയാണ് ഇപ്പോൾ കടന്നു പോകാൻ പറ്റുന്ന ഒരു സ്ഥിതി. അപ്പോൾ മുകളിൽ പൈൻകാവ് ഭാഗത്ത്, ആ ഭാഗത്തൊക്കെ ഇനിയും കുറച്ച് റോഡിൻ്റെ വർക്കുകളൊക്കെ കഴിയാനുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇതിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ കടത്തിവിടാത്തത്. അപ്പോൾ നമുക്ക് ഇനി നന്ദി ഭാഗം വരെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ടും വീഡിയോ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. കൊയിലാണ്ടി ബൈപ്പാസിൽ തന്നെ കുറേ ഭാഗത്തൊക്കെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് ഞാൻ നിർത്തൂല, വർക്കുള്ള ഭാഗങ്ങളിൽ മാത്രം നമുക്ക് പോയി നോക്കാം. മുകൾ വശത്ത് ഈ സൈഡിലൂടെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്തൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഹൈവേയിലേക്ക് വന്നിട്ടുണ്ട്. ഹൈവേയിലേക്ക് വരുമ്പോൾ നമ്മുടെ നന്ദി ഭാഗത്തുനിന്ന് ആ ഭാഗത്തുനിന്ന് വരുന്ന ഹൈവേയിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് ചെങ്ങോട്ടുകാവ് ഭാഗത്തേക്ക് എക്സിറ്റ് ആവുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗം. ഈ കാണാം, ഈ ഭാഗത്തൊക്കെ ഇനി വർക്കുകൾ ചെയ്യാനുണ്ട്. ഇവിടെ കറക്റ്റായിട്ട് ക്രഷ് ബാരിയറിൻ്റെ വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല. ആ ഭാഗം വരെ എത്തിയിട്ടുള്ളൂ. ഇനി ഈ ഭാഗത്തൊക്കെ സെൻറ്ററിലൊക്കെ ക്രഷ് ബാരിയർ വരാനുണ്ട്. ഈ ഭാഗത്തും ചെങ്ങോട്ടുകാവ് ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് ഹൈവേയിലേക്ക് കയറി വരുന്ന ഭാഗത്തും ക്ലിയർ ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട്. അതാ നമ്മളിപ്പോൾ കണ്ട അണ്ടർപാസിൻ്റെ ഭാഗത്തേക്ക് മുകളിലൂടെ അങ്ങോട്ട് വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അണ്ടർപാസിൻ്റെ അങ്ങോട്ട് ഇനി പോകുന്നില്ല. അത് ഫുൾ വർക്ക് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഒക്കെ നമ്മൾ കാണിച്ചതുമാണ്. അപ്പം ഞാൻ പറഞ്ഞു പൊയിങ്കാവ്, അങ്ങനെയാണ് പേരെന്ന് തോന്നുന്നത്. കറക്റ്റ് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഞാൻ എപ്പോഴും ഇങ്ങനെ ഓർത്ത് വെക്കാത്തതുകൊണ്ടാണ്. ആ ഭാഗത്ത് ചെറിയ വർക്കുണ്ട്. ഈ ഹൈവേൻ്റെ ഈ ഭാഗത്ത് വരുന്ന ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ കുറച്ച് ഭാഗത്ത് മണ്ണൊക്കെ പൊട്ടിപ്പോയൊരു ഭാഗമുണ്ട്. അവിടെയൊക്കെ കുറച്ച് വർക്കുകൾ കൂടെ തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ചും കൂടെ വർക്കുകൾ ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഭാഗം ഇങ്ങനെ കിടക്കുന്നത്. ഇവിടെ സർവീസ് റോഡിൻ്റെ ഭാഗം ഇങ്ങനെയാണ്, കണ്ടില്ലേ. ഇവിടെയൊക്കെ ഇനി ഇങ്ങനെയുള്ള രീതിയിലാണ് ലൈറ്റിൻ്റെ തൂണുകളൊക്കെ കൊടുക്കുന്നത്. പല സ്ഥലങ്ങളിലും പല ഡിസൈനിലൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് മുൻവശത്തേക്ക് അങ്ങോട്ട് പോകാനുള്ളത് ആ മലയൊക്കെയുള്ള ഭാഗത്തേക്ക്. അപ്പം നിങ്ങൾ അറിഞ്ഞു കാണും എന്ന് വിചാരിക്കുന്നു, നമ്മുടെ വാഗാട് കമ്പനീനെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം ഇനി പുതിയ കമ്പനിയാണ് വന്നിട്ടുള്ളത്. കുറച്ചുകൂടെ വേഗത്തിൽ വർക്കുകളൊക്കെ നടക്കുന്ന തോന്നുന്നു. കൊയിലാണ്ടി ബൈപ്പാസ് വർക്ക് കഴിഞ്ഞു, തുറന്നു കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബ്ലോഗേഴ്സ് അങ്ങനെ ബ്ലോഗൊക്കെ ചെയ്തിരുന്നു.
അപ്പോൾ ഇതൊക്കെ കണ്ടോളി. ഇതാണ് വർക്കുകൾ ഇനിയും ബാക്കിയുണ്ട്. സർവീസ് റോഡിൻ്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ. അവിടെ ഒരു ഓവർപാസ് വരുന്നുണ്ട്. ആ ഓവർപാസിലേക്ക് കയറി പോകാൻ, ഹൈവേന്ന് വാഹനങ്ങൾ കയറി പോകാൻ സർവീസ് റോഡൊക്കെ ഉണ്ട് ഈ ഭാഗത്തുനിന്ന്. അതിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടില്ല. ഈ ഭാഗം, ഇത്രയും ഭാഗങ്ങൾ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ആ സൈഡിലും കാണാം. ഇനി സോയിലിങ്ങിൻ്റെ വർക്കുകൾ ബാക്കിയുണ്ട്. ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ ബാക്കിയുണ്ട്. അങ്ങനെ ഒരുപാട് വർക്കുകൾ ബാക്കിയുണ്ട്. കുറേ ഭാഗത്ത് ഇങ്ങനെ വർക്ക് കഴിഞ്ഞൊരു ഭാഗങ്ങൾ കാണാം നമുക്ക്. നല്ല രീതിയിൽ വർക്കുകൾ കഴിഞ്ഞ് അറിയുന്നവര് കൊയിലാണ്ടി ടൗൺ ടച്ച് ചെയ്യാതെ ഇതുപോലെ ഷോർട്ട് കട്ടായിട്ടൊക്കെ വർക്ക് നടക്കുന്ന ഭാഗത്തൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ട്. ഇവിടെ ലൈറ്റൊക്കെ കണ്ണിലേക്ക് അടിക്കാതിരിക്കാനുള്ള ഒരു ഷീൽഡൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കാണുന്നു നമുക്ക്. വർക്ക് കഴിഞ്ഞ ഭാഗം ആ ഭാഗത്താണ്. ഇനി സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കുകൾ, വാഗാഡ് കമ്പനി ചെയ്ത സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കുകളൊന്നും അത്ര ഒരു ക്വാളിറ്റി ഇല്ല എന്നുള്ള പൊതുവേ ഒരു അഭിപ്രായമുണ്ട്. അത് ഇപ്പോൾ പുതിയ വന്നുള്ള കമ്പനി നല്ല രീതിയിൽ ചെയ്യുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഭാഗത്തും ഇനി സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. വീടുകളൊക്കെ നിൽക്കുന്നത് കണ്ടില്ലേ? ആ ഭാഗത്തൊക്കെ വളരെ അപകടം പിടിച്ച രീതിയിലാണ്. അതിൻ്റെ താഴെ നിന്നൊക്കെ മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇനി സോയിൽ ലൈനിങ്ങൊക്കെ ചെയ്ത് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാനുണ്ട്. മുന്നോട്ട് പോയി നോക്കാം. വർക്ക് കഴിഞ്ഞ ഭാഗത്തൂടെ നല്ല സ്പീഡിൽ വാഹനങ്ങളൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കാണാം നമുക്ക് സർവീസ് റോഡിൻ്റെ ഒരു വർക്കുകൾ നടക്കുന്നത്. ഇവിടെ ഇനി ക്രഷ് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ വരാനുണ്ട്. ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് സർവീസ് റോഡ് ഒരു ഉയർന്ന ഭാഗത്തൂടെയാണ് കടന്നു പോകുന്നത്. അവിടെ കോൺക്രീറ്റ് വാളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ഒരു വീഡിയോ ചെയ്യാൻ വന്ന സമയത്ത് അത് പകുതി ആയിരുന്നുള്ളൂ. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വേഗത്തിൽ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഏകദേശം 11-12 ഉള്ളിൽ വരുന്ന കിലോമീറ്റർ വരുന്നുണ്ട് ഈ കൊയിലാണ്ടി ബൈപ്പാസ്. അപ്പം മുഴുവനായിട്ട് നമ്മൾ വീഡിയോ എടുത്താൽ ഒരു പക്ഷേ വീഡിയോ വലിയതായി പോകും. അപ്പോൾ വർക്ക് കഴിഞ്ഞ ഭാഗങ്ങളിലൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇവിടെ കാണുന്ന വലിയ പാറകളൊക്കെ ആ ഭാഗത്തു നിന്നൊക്കെ എടുത്തു മാറ്റിയതാണ്. അവിടെയാണ് ആ കുന്ന് വരുന്നത്. കുന്നിൻ്റെ ഭാഗത്തൊക്കെ ഇനിയും വർക്കുകൾ, വലിയ രീതിയിൽ വർക്കുകൾ വരാനുണ്ട്. എൻ്റെ ഒരു നിഗമനം തോന്നുന്നത് ഏകദേശം 2027 ആകുമ്പോഴേക്കൊക്കെ വർക്ക് തീരുമെന്നാണ്. നമ്മൾ വിചാരിക്കുന്ന അത്ര വേഗത്തിലൊന്നും വർക്ക് തീരും തോന്നില്ല. അപ്പോൾ ഇനി ഈ ഭാഗങ്ങളിലൊക്കെ ലൈൻ മാർക്കിങ്, പെയിൻറ്റിങ്, അതുപോലെ ലൈറ്റിൻ്റെ വർക്കുകൾ, ക്രാഷ് ബാരിയർ വർക്കുകൾ, ഒരുപാട് വർക്കുകൾ വരാനുണ്ട്. അപ്പോൾ നമുക്കിനി മുൻവശത്തേക്ക് അങ്ങോട്ടാണ് പോയി നോക്കാം. ഈ ഭാഗത്തേനെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കുകൾ ഇവിടം വരെ എത്തിയിട്ടുള്ളൂ. ആ ഭാഗത്തൊന്നും വർക്കുകൾ കഴിഞ്ഞിട്ടില്ല. അവിടെയൊക്കെ വലിയ പാറകളൊക്കെയാണ്. അതൊക്കെ പൊട്ടിച്ചെടുത്ത് ഇനി ആ ഭാഗങ്ങളിലൊക്കെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരാനുണ്ട്. വർക്ക് കഴിഞ്ഞ റോഡിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ജോയിൻറ്റിങ്ങിൻ്റെ വർക്കുകൾ, ടാറിങ് ഇനിയും ചെയ്യാനുണ്ട്. ഒരുപാട് വർക്കുകൾ ഇനിയും വരാനുണ്ട്. മലേൻ്റെ അങ്ങോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഇവിടെ കണ്ടൊരു കാഴ്ചയാണ്. ഈ ഭാഗത്തൊക്കെ കുറേ സ്ലാബുകളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇവിടെ ഒരു സർവീസ് റോഡ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഹൈവേയിലേക്ക് കയറി വരാനുള്ള ഒരു ഭാഗമായിട്ടുള്ളത് കണ്ടില്ലേ? ഈ ഭാഗങ്ങളിലൊക്കെ ഇനിയും വലിയ രീതിയിലുള്ള വർക്കുകൾ നടക്കാനുണ്ട്. ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ ചെയ്യാനുണ്ട്. ഇവിടെ ഒരു തോട് വരുന്നുണ്ട്. ഈ തോടിൻ്റെ മുകളിലുള്ള ഒരു ചെറിയൊരു പാലാണ് ഈ കാണുന്നത്. പാലം, അതൊക്കെ വർക്കുകളൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്താണ് വലിയ രീതിയിൽ കോൺക്രീറ്റ് വാളകളൊക്കെ വരുന്നത്, കെട്ടി ഉയർത്തി കൊണ്ടുവരാനുള്ള ഭാഗം. ഇവിടെ ഈ കുറച്ച് ഭാഗത്ത് ഇവിടെ ഫ്രിക്സൻ വാൾ ഉപയോഗിച്ചിട്ടാണ് കെട്ടുന്നത്. താഴ്ഭാഗത്തേക്കൊന്ന് നോക്കാം. ഇവിടെ ഇങ്ങനെയാണ് കിടക്കുന്നത്. ഈ വീടുകളിലേക്കൊക്കെ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, മണ്ണിങ്ങനെ കൂടി കിടക്കുകയാണ്. ഈ സൈഡത്തെ സർവീസ് റോഡിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഹൈവേയിലേക്ക് എൻട്രി എക്സിറ്റ് ഒക്കെ ആവുന്ന ഒരു ഭാഗം കൂടെ ആയതുകൊണ്ടാണ് ഇവിടെ വലിയ വാളുകളൊക്കെ കെട്ടി വരാനുള്ളത്. ആ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ സ്ലാബ് ഉപയോഗിച്ച് മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരുന്ന ഒരു ഭാഗം കാണാം. വർക്കേഴ്സിനൊന്നും കാണുന്നില്ല. കമ്പനി മാറ്റം വന്നതോടെ വർക്കേഴ്സും പോയാ. ഇവിടെ വർക്കേഴ്സിനൊന്നും അങ്ങനെ കാണുന്നില്ല. ഇത് ഇങ്ങനെ മണ്ണ് ലെവൽ ചെയ്യുന്ന മെഷീനും അമർത്തുന്ന മെഷീനൊക്കെയാണ് ഇവിടെ കാണുന്നത്. കൂടുതൽ വർക്കേഴ്സിനൊന്നും കാണുന്നില്ല. ആ ഭാഗത്താണ് പാലം വരുന്നത്. ഒരു ചെറിയ തോടിൻ്റെ മുകളിൽ വരുന്ന പാലാണ്. കുറേ ഭാഗത്ത് ഇനി മണ്ണിട്ട് ഉയർത്താനുള്ളതാണ്. അപ്പോൾ
ഒരു ലോറി ഇതാ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ലോറിയാണ്. ഇങ്ങനെ ഷോർട്ട് കട്ടായിട്ട് പോവുകയാണ്. വർക്ക് നടക്കുന്ന ഭാഗത്തൂടെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും കുറേ പേരെ അറിയുന്നവർ ഇതിലെങ്ങനെ ചാടി പോകുന്നുണ്ട്. രക്ഷപ്പെടാൻ എന്ന് പറയാം. തിരക്കാണ് കൊയിലാണ്ടി ടൗണിൽ, നമുക്കറിയാലോ. വൈകുന്നേരങ്ങളിലൊക്കെ വലിയ രീതിയിൽ ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. കൊയിലാണ്ടി വരുന്ന റെയിൽവേൻ്റെ മുകളിലൊക്കെ വരുന്ന പാലത്തിൻ്റെ ഭാഗത്തൊക്കെ കുറേ സമയം വാഹനങ്ങൾ നിൽക്കാറുണ്ട്. അപ്പം അതിനൊക്കെ ഒരു വലിയ മാറ്റം തന്നെ കാരണം ഈ ഭാഗത്ത് വർക്ക് കഴിഞ്ഞാൽ. ഇതാണ് ചെറിയ പാലം. സർവീസ് റോഡിൻ്റെ ഭാഗത്തും പാലം എന്ന് കാണാം, ഹൈവേൻ്റെ ഭാഗത്തുള്ള പാലവും. ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് ഹൈവേയിലേക്ക് കയറി വരാനുള്ള, എൻട്രി ചെയ്യാൻ എക്സിറ്റ് ചെയ്യാനുള്ളതൊന്നും അറിയില്ല കേട്ടോ. കറക്റ്റായിട്ട് ഇത് വർക്ക് ചെയ്യുമ്പോഴേ അറിയുള്ളൂ എവിടെയാണ് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളതെന്ന്. ഇവിടെയാണ് തോട്. കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ വലിയ രീതിയിൽ കോൺക്രീറ്റ് വാളാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഹൈറ്റിലേക്ക് ഉയർത്തി കൊണ്ടുവരാനുള്ള, ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് കെട്ടി മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരാനുള്ളതാണ്. അതുകൊണ്ട് കോൺക്രീറ്റ് വാളാണ് കൊടുത്തിട്ടുള്ളത് തള്ളിപ്പോവാതിരിക്കാൻ. അപ്പോൾ ഇവിടെ പുതിയ കമ്പനി വന്ന് ഗൾഫാർ പറഞ്ഞൊരു കമ്പനിയാണ് വന്നിട്ടുള്ളത്. നമ്മുടെ മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്തൊക്കെ വരുന്ന KNR കമ്പനിയെ പോലുള്ള വലിയ കമ്പനികളൊക്കെ വരികയാണെങ്കിൽ വളരെ വേഗത്തിൽ വർക്കുകൾ തീർക്കുമായിരിക്കാം. ഇത് പുതിയൊരു ഗൾഫാർ എന്ന് പറഞ്ഞൊരു കമ്പനി, വേറൊരു 2 കമ്പനിയാണ് ഒരുമിച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ വർക്ക് എങ്ങനെയാണെന്ന് ഇനി നമുക്ക് വരുന്ന സമയങ്ങളിൽ അറിയാം. വേഗത്തിലാക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ വാഗാടിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇവിടെ കണ്ടില്ലേ, ഇങ്ങനെ കുറേ ഭാഗത്ത് ഇനി മണ്ണിട്ട് നിറച്ച് കൊണ്ടുവരാനുണ്ട്. ആ ഭാഗത്തൊക്കെ ഇനിയും മണ്ണിട്ട് കോൺക്രീറ്റ് വാൾ വരാനുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള വർക്കുകളുണ്ട്. പുതിയ കമ്പനി പുതിയ ഡിസൈനിലും രീതികളിലൊക്കെ ആയിരിക്കും വർക്കുകൾ ചെയ്യുക. അതുകൊണ്ടായിരിക്കാം ഇവിടെ വലിയ രീതിയിൽ വീണ്ടും മണ്ണൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇവിടെ നേരത്തെ വാഗാട് ചെയ്ത സോലിനിങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് അത്. അവിടെ ഇനിയും സോലിനിങ്ങിൻ്റെ വർക്കുകളൊക്കെ ഇനിയും വേണ്ടി വരും. ഇതാണ് സർവീസ് റോഡ് വരാനുള്ള ഭാഗം. സർവീസ് റോഡ് വരാനുള്ള ഭാഗം വളരെ കുറഞ്ഞ ഭാഗമായി തോന്നുന്നുണ്ട്. അവിടെ നിന്നൊക്കെ ഇനിയും മണ്ണൊക്കെ എടുത്തു മാറ്റുമെന്നാണ് തോന്നുന്നത്. ഇവിടെ വലിയ കോൺക്രീറ്റ് വാളിന് വേണ്ടിയിട്ടുള്ള തുടക്കം കാണാം. ഇവിടെ ഇങ്ങനെ കാണാം സർവീസ് റോഡിൻ്റെ ഭാഗത്ത് മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഭാഗം കണ്ടില്ലേ. ഇങ്ങനെയാണ് ഇവിടുത്തെ വർക്കുകളൊക്കെ. ഇപ്പോൾ വലിയ വലിയ പാറ കഷ്ണങ്ങൾ കുറഞ്ഞിട്ടിട്ടുണ്ട്. നമ്മുടെ കടലിലൊക്കെ ഹാർബർ നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്ന പോലെയുള്ള വലിയ പാറകൾ എവിടുന്ന് എടുത്തതോ അറിയില്ല, അവിടെ കാണുന്നുണ്ട്. ഒരു കിലോമീറ്റർ 1/2 കിലോമീറ്ററൊക്കെ പോകുമ്പോൾ ഇങ്ങനെയാണ് ഹൈവേയിൽ ഇപ്പോൾ കാണുന്നത്. ഇങ്ങനെ കുറേ ഭാഗങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ച ഒരു ഭാഗം. ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല രീതിയിൽ ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അവിടെ ആ ഭാഗത്ത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം. കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ സെൻറ്ററിൽ ഒരു ബോർഡ് വെക്കാനുള്ളതാണെന്ന് തോന്നുന്നത്. ഒരു വലിയ കുഴിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സമരം നടക്കുന്നുണ്ട്. മാളൂർ ഗോപാലപുരം ഭാഗത്താണ് വരുന്നത് ഈ സമരം. എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് സർവീസ് റോഡ് ഇല്ല, സർവീസ് റോഡ് വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമരമാണ്. ഹിന്ദിയിലും എഴുതിയിട്ടുണ്ട്, മലയാളത്തിലൊക്കെ എഴുതിയിട്ട് ബോർഡുകളൊക്കെ വെച്ച് ഒരു സമരപ്പന്തലൊക്കെ കാണുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ബോർഡ്. ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്, റോഡ് അനുവദിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇതാ ഒരു കുഴിയെടുത്തത്. ഇത് ഒരു പക്ഷേ വലിയ ബോർഡുകളൊക്കെ വരാനുള്ളതായിരിക്കും. ഈ ഭാഗത്തുനിന്ന് കുറേ മണ്ണിടിച്ച് പോയിട്ടൊരു ഭാഗം കാണുന്നുണ്ട്. അവിടം വരെയാണ് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ഒരു ഭാഗം കിടക്കുന്നത്. പക്ഷേ അത് ഹൈവേയിലേക്ക് കയറി വരാനുള്ളൊരു ഭാഗമായിരിക്കും. ഈ ഭാഗത്തൊന്നും ഇനി സർവീസ് റോഡിൻ്റെ ഒരു വർക്കോ അങ്ങനെയോ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഈ പ്രദേശത്തുള്ള ഈ വീടുകളും ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് അത് വലിയൊരു പ്രയാസം തന്നെ ആയിരിക്കും. അപ്പോൾ സർവീസ് റോഡ് ഇവിടെയൊക്കെ സ്ഥലമുണ്ട്. അപ്പോൾ ഗവൺമെൻറ് എടുത്തിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പുതിയൊരു ഹൈവേ വരുമ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകൾക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. ഏകദേശം നന്ദി ഭാഗത്ത് എത്താറായിട്ടുണ്ട്. ഇവിടെയൊക്കെ വരുമ്പോൾ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ടാറൊക്കെ ഒഴിച്ച് ലെവൽ ചെയ്ത് കൊണ്ടുവന്ന് ഒരു ഭാഗം കാണാം.
ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ നേരത്തെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ ഭാഗത്തേക്കാണ് ഇനി വർക്ക് നടക്കാനുള്ളത്. ഈ ഭാഗത്ത് കണ്ടില്ലേ സോയിലിംഗ് ഒക്കെ ചെയ്യാതെ കിടക്കാണ്. മണ്ണ് പൊട്ടി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ ഷീറ്റുകളൊക്കെ വിരിച്ചിട്ടുണ്ട്. ആ ഷീറ്റുകളൊക്കെ ഇപ്പം കീറിപ്പോയിട്ടുണ്ട്, പഴയതായിട്ടുണ്ട്. അത്രയും സമയമായിട്ടുണ്ട്, അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ആ ഭാഗത്തൊക്കെ അങ്ങനെയാണ്, മണ്ണ് പൊട്ടി വീഴാനായി നിൽക്കുന്ന ഒരു രീതിയിലാണ്. ഒരു സൈഡിൽ വർക്കുകളൊക്കെ കഴിഞ്ഞ് ഇവിടെ സൈഡിൽ വരുന്ന ലൈൻ ഒക്കെ വരച്ചിട്ടുണ്ട്. അതുപോലെ ക്രാഷ് ബാരിയറിന് പെയിൻറ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചപ്പുറത്തുനിന്ന് അങ്ങോട്ട് ഏകദേശം 1 കിലോമീറ്ററോളം ഫുൾ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ഹൈവേക്ക് വേണ്ടിയിട്ട് മണ്ണെടുത്ത ഈ ഭാഗങ്ങളിലൊക്കെ ഇനി എന്താണ് ഇവർ ചെയ്യാന്നറിയില്ല. വലിയ രീതിയിൽ ഇങ്ങനെ മണ്ണ് എടുത്തൊരു ഭാഗങ്ങളാണ് ഇതൊക്കെ. ആ ഭാഗങ്ങളിലൊക്കെ തോട്ടങ്ങളൊക്കെയാണ്. അവിടെ നിന്നൊക്കെ ഇനി മഴ വരുമ്പോൾ വെള്ളം ഒഴുകി വരും. അപ്പോൾ മണ്ണിടിച്ചിലൊക്കെ ഇനിയും സംഭവിക്കാൻ സാധ്യതയുണ്ട്. മഴക്കാലമാണ് വരുന്നത്. അതിനു വേണ്ടിയുള്ള ഒരു സേഫ്റ്റി വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ കുറേ ടാർ ചെയ്തു എന്നല്ലാതെ വേറെ കറക്റ്റായിട്ടുള്ള മഴൻ്റെ മുന്നേ ഉള്ള ചെയ്യേണ്ട വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. വാഗാടിൻ്റെ കമ്പനി നിൽക്കുന്ന ക്യാമ്പിൻ്റെയൊക്കെ അടുത്തെത്തിയിട്ടുണ്ട്. അതൊക്കെ കാണുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ഭാഗത്തൊക്കെ വീടുകളും ആ ഭാഗത്തൊക്കെ മരങ്ങൾ അങ്ങനെയൊക്കെയുള്ള നിൽക്കുന്ന ഭാഗമാണ്. അപ്പോൾ മഴ തുടക്കമായിട്ടുള്ളൂ. ആ ഭാഗത്തൊക്കെ നനഞ്ഞ് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി പൊട്ടി വീഴാൻ സാധ്യത ഉണ്ട്. അതിനു വേണ്ടിയുള്ള സേഫ്റ്റി കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അവിടെ ഒരു വീട് കാണുന്നുണ്ട്, റോഡിൻ്റെ അടുത്ത് വരുന്ന ഭാഗത്തേന്. മണ്ണ് എടുത്ത ഭാഗത്ത് അവർ മെറ്റൽ മിക്സ് ഒക്കെ ചെയ്ത ഒരു കുറച്ച് ഭാഗങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ കാണുന്നത്, ഇവിടെ ഒരു സൈഡിൽ റോഡ് വർക്ക് തുടങ്ങിയിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. ചളി പിടച്ച് കിടക്കുകയാണ്. അതിലൂടെ വാഹനങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. അതാണ് നന്ദി വരുന്ന അണ്ടർപാസ്. അവിടെ ഈ സൈഡിലൂടെയൊക്കെ വാഹനങ്ങൾ കടന്നു വരുന്നുണ്ട്. എന്നിട്ടും ഇവരെ ക്യാമ്പിങ്ങിൻ്റെ ഏരിയ ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ഒരു നേരത്തെ വലിയൊരു കുന്നു പ്രദേശമായിരുന്നു. അവർ ഇതൊക്കെ എടുത്തൊഴിവാക്കി സർവീസ് റോഡിനൊക്കെ വേണ്ടി ക്ലിയർ ചെയ്തു. ഇവിടെ ക്രഷ് ബാരിയർ വെക്കാനുള്ള ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അത്രയും ഭാഗത്തുനിന്ന് ഇങ്ങനെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരാനുണ്ട്. വലിയ രീതിയിൽ മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടുവന്ന് നന്ദി വരുന്ന അണ്ടർപാസിൻ്റെ അങ്ങോട്ട് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാനുണ്ട്. കുറേ മണ്ണിൻ്റെ ആവശ്യമുണ്ട്. അതൊക്കെ ഇവിടെ നമ്മളിപ്പോൾ കണ്ട ഭാഗങ്ങളിലൊക്കെ മണ്ണുകൾ എടുക്കാനും ക്ലിയർ ചെയ്യാനൊക്കെ ഉള്ളതുണ്ട്. ഇവിടെ ഒരു പോസ്റ്റ് വരുന്നുണ്ടായിരുന്നു. ആ പോസ്റ്റൊക്കെ അതുപോലെ അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെയൊക്കെ ഇതങ്ങനെ ഫിക്സൻ വാൾ വെച്ചിങ്ങനെ ഉയർത്തി കൊണ്ടുവരികയാണ്. മഴ ആയതുകൊണ്ട് ഇനി ആ ഭാഗത്തൊന്നും കൂടെ പോയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കാണിക്കാം. ഇത്രയും ദൂരം വന്നിട്ട് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു നഷ്ടമാണ്. അപ്പോൾ ക്യാമ്പിങ്ങിൻ്റെ ഏരിയയിൽ നിന്ന് ഇത് കോൺക്രീറ്റ് മെറ്റൽ അങ്ങനെയുള്ള അതൊക്കെ കൊണ്ടുവരുന്ന വണ്ടിയാണ്. ആ ഭാഗത്തേക്ക് ഒരു ചെറിയ വഴിയാക്കിയിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ ഇതുവഴി ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഈ ചെറിയ ഒരു വഴി കണ്ടില്ല, ആ വഴി കൂടെ അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. വാഗാടിനെ ഒഴിവാക്കിയെങ്കിലും അവർ എല്ലായിടത്തൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇനി വർക്കുകൾ മാറ്റം വരും എന്നാണ് വാർത്തകളിൽ കേട്ടതാട്ടോ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എന്തായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളും പ്രൊസീജിയറൊന്നും എനിക്കറിയില്ല. ഞാൻ വാർത്തയിൽ കേട്ട ഒരു കാര്യം നിങ്ങളെ അറിയിച്ചു എന്നുള്ളൂ. ഈ വണ്ടി പോകുന്ന ഈ വഴിയാണ് നമുക്കും പോകാനുള്ളത്. മഴ തുടങ്ങിയിട്ടുണ്ട്. ഇതുവഴി അങ്ങോട്ട് കടന്നു പോകാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ്. റോഡ് കണ്ടില്ലേ, ചളിക്കുളമായി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് ഇനി പോകാൻ ചെറിയൊരു പ്രയാസമുണ്ട്. നമുക്ക് ഇവിടെ ഇപ്പുറത്തൊരു റോഡുണ്ട്. ആ റോഡിലൂടെ അണ്ടർപാസിൻ്റെ അവിടം വരെ ഒന്ന് പോയി നോക്കാം. വഴിയോര വിശ്രമ കേന്ദ്രം മൂടാടി ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് നമ്മൾ. ഇതാണ് അണ്ടർപാസ്. അണ്ടർപാസിൻ്റെ ഉള്ളിലൂടെ തന്നെയാണ് ആ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ ഇങ്ങനെ പഴയ റോട്ടിലൂടെ ഇങ്ങനെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നത്. ഇവിടെ ഇനി ജോയിൻറ്റിങ്ങിൻ്റെ വർക്കാണ് നടക്കാനുള്ളത്. അണ്ടർപാസിൻ്റെ ഭാഗത്ത് ഇവിടം വരെ കട്ട വെച്ച് ഇങ്ങനെ ഫിക്സൻ വാൾ ഉപയോഗിച്ചുള്ള വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ അണ്ടർപാസിൻ്റെ ഭാഗത്ത് ജോയിൻറ്റിങ്ങിൻ്റെ വർക്കുകൾ വരാനുണ്ട്. അപ്പോൾ നമ്മൾ തുടങ്ങിയത് ചെങ്ങോട്ടുകാവ് ഭാഗത്തുനിന്ന് നന്ദി അണ്ടർപാസ് വരെയാണ് പറഞ്ഞിരുന്നത്. ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.
അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിൽ.